കണ്ടോ മണിക്കുട്ടി, അവളെ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും വിളിച്ചില്ലല്ലോ, അതിന്റെ പകരം വീട്ടാ അവള്. അയ്യോ അല്ലടോ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. നോക്കിക്കോ, ഇതിനുള്ള തിരിച്ചടി ഞങ്ങൾ നിനക്ക് തന്നിരിക്കും. നിന്നെ അങ്ങനെ വെറുതെ വിട്ടെന്നൊന്നും നീ വിചാരിക്കണ്ട. ഇന്നങ്ങോട്ട് വീട്ടിൽ ചെല്ലട്ടെ, അപ്പൊ അവിടെ ഡാഡി ഉണ്ടാവില്ലല്ലോ. നോക്ക്, നീ എന്താ കൊച്ചമ്മയോട് പോയി നിൽക്കുന്നത്? ഞങ്ങളുടെ പഴയ ബാഗെല്ലാം വാങ്ങി പിടിക്കടി നിന്റെ കയ്യില്. ഞങ്ങൾക്ക് നാണക്കേടാ ഇതും പിടിച്ച് നടക്കാനായിട്ട്. എനിക്ക് തന്ന മണിക്കുട്ടി, ഞാൻ പിടിച്ചോളാം. പിടിക്ക്, പിടിച്ചിട്ട് നടക്ക് നീയെ. പുതിയ ബാഗാണെങ്കിൽ ഞങ്ങൾ നിനക്ക് പിടിക്കാൻ പോലും തരത്തില്ലായിരുന്നു. നീ എന്താ യൂണിഫോം ഇടാതെ കളർ ഡ്രസ്സില്? എന്റെ യൂണിഫോം അടിച്ച് കിട്ടിയിട്ടില്ല പാർക്കുട്ടി. വാ, ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ലേറ്റ് ആവണ്ട. ക്ലാസ്സിൽ പോയിരുന്നാലോ ടീച്ചറെ? മുത്തല്ലേ അവിടെ നിൽക്കുന്നത്? ഫസ്റ്റ് ഡേ ആയിട്ട് ഇന്നെങ്കിലും അവിടെ നേരത്തെ വന്നല്ലോ. ഇത് പാർക്കുട്ടിയെ ഓളിട്ടിട്ട് കഷ്ടപ്പെടുത്താ തോന്നുന്നു. ആ രണ്ടെണ്ണം കൂടി കണ്ടിട്ട് എന്തോ പന്തികളുണ്ട് തോന്നുന്നു. വാ, നമുക്ക് അന്വേഷിച്ച് നോക്കാം.
മുത്തേ പെട്ടെന്ന് വാ. അച്ഛാ, വേഗം വാ മോളെ, സമയം പോകുന്നു. ഞാൻ ready അച്ഛാ. എവിടെ പോവാ രണ്ടാളും? അതെന്താ വർഷേ ഒന്നും അറിയാത്തതുപോലെ? പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്ത് പറ്റി? എവിടെ പോവാ? ഞാനേ മോൾക്കൊരു ബാഗ് വാങ്ങി വരട്ടെ. നീ ഏതായാലും വാങ്ങിയില്ലല്ലോ, ഞാനെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? ഓ, അങ്ങനെ. എന്നോടൊരു വാക്ക് പറഞ്ഞോ? എന്നോടൊരു വാക്ക് പറഞ്ഞാ ഞാനും കൂടി പെട്ടെന്ന് റെഡി ആവുമായിരുന്നില്ലേ? എന്തിന്? നിന്റെ ആവശ്യം ഇല്ലല്ലോ വർഷേ, ഞാൻ വാങ്ങിക്കൊടുത്തോളാം മുത്തിന് ബാഗ്. ഓ, അപ്പൊ സൗകര്യായല്ലോ. നല്ല വില കൂടിയ ബാഗ് തന്നെ മകൾക്ക് വാങ്ങിക്കൊടുക്കാലോ. വർഷേ, എനിക്കിപ്പോൾ തർക്കിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങൾ പോയിട്ട് വരാം, എന്നിട്ട് ബാക്കി. മുത്തേ വാ. നീ ആരെയാ മുത്തേ പേടിക്കുന്നേ? നീ പേടിക്കണ്ട, ഇങ്ങോട്ട് കേറ്. ഞങ്ങളേ പെട്ടെന്ന് വരാം. വർഷേ, നീ അകത്ത് പോ. ഒരച്ഛനും മകളും. വർഷേ, വഴിയിൽ നിന്നൊന്ന് മാറിത്താ വർഷേ. സാർ, ഈ ബാഗ് മതിയോ? നല്ല ബാഗാണിത്. ഇത് ഒരുപാട് പോകുന്നുണ്ട്. മുത്തേ പറ, മുത്തിന് ഏത് ബാഗാ വേണ്ടത്? അച്ഛാ, എനിക്ക് എല്ലാ ബാഗും ഇഷ്ടാ. എന്നാ പിന്നെ എല്ലാതും ഓരോന്ന് എടുത്തോട്ടെ. അതല്ല അച്ഛാ, അച്ഛന് ഇഷ്ടപ്പെടുന്ന ഏത് ബാഗായാലും ഈ മുത്തിന് ഇഷ്ടാവും. ഇതെന്താ ഇങ്ങനെ? എല്ലാ കുട്ടികളും ഇവിടെ വന്നാൽ ആ ബാഗ് വേണം, ഈ ബാഗ് വേണം എന്ന് പറഞ്ഞ് വാശിയായിരിക്കും. ഇത് ഒരുപാട് കണ്ടതാ, പക്ഷെ ഇങ്ങനൊരു കുട്ടിയെ കാണുന്നത് ആദ്യമായിട്ടാ. അതാ എന്റെ മോള്, ഒന്നിനും വാശി പിടിക്കാത്ത നല്ല ശീലമുള്ള മോളാ എന്റെ മോള്. അതാ സാറേ എനിക്കും അത്ഭുതമായത്. ഒരുപാട് പിള്ളേര് വരുന്നതാ ഈ കടയിലൊക്കെ, പക്ഷേ ആ പിള്ളേരൊന്നും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മുത്തേ, മുത്തിന് ഇഷ്ടമുള്ള ബാഗ് എടുക്ക്. അതിനല്ലേ അച്ഛൻ മുത്തിനെ കൂട്ടി വന്നത്? അച്ഛാ, ഒരുപാട് കാശുള്ളതൊന്നും മുത്തിന് വേണ്ട. വില കുറഞ്ഞൊരു ബാഗ് മതി എനിക്ക്. എന്റെ പുസ്തകവും ചോറ്റുപാത്രവും ഒക്കെ കൊള്ളുന്ന ഒരു ബാഗ് അത്രേ വേണ്ടി മുത്തിന്. അത് പറ്റൂല. ഇവിടെ ഏറ്റവും നല്ല ബാഗ് തന്നെ എന്റെ മുത്തിന് പോരട്ടെ. ഉള്ളതിൽ ഏറ്റവും നല്ല ബാഗ് തന്നെ എടുത്തോ എന്റെ കുട്ടിക്ക്. വേണ്ട അങ്ങളെ, കാശ് കുറവുള്ള ബാഗ് ഏതെങ്കിലും മതി എനിക്ക്. അധികം കാശൊന്നും ബാഗിന് കൊടുക്കണ്ടല്ലോ. അത് നിങ്ങൾ അച്ഛനും മകളും ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ഞാൻ ബാഗ് എടുത്ത് തന്നാൽ മതിയോ? നീ നല്ല ബാഗ് തന്നെ നോക്കി ഒരെണ്ണം ഇങ്ങോട്ട് എടുക്ക്. ഈ ബാഗ് ഇഷ്ടായി നോക്കും മോളെ. ആ, അത് നല്ല ബാഗാ അല്ലേ മോളെ? അതൊന്ന് വാങ്ങി ഷിബൊക്കെ തുറന്ന് നോക്ക്. നല്ല ഭംഗിയുണ്ട് അച്ഛാ. അതേ, തുറന്ന് നല്ലപോലെ നോക്ക്, എന്തെങ്കിലും കേടുപാടുണ്ടോന്ന്. അത് ബില്ലിട് മോനെ, ആ ബാഗ് മതി. അച്ഛാ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി അച്ഛാ ഈ ബാഗ്. നിനക്ക് ഇഷ്ടമുള്ള ബാഗ് തന്നെയല്ലേ മോളെ ഞാനും തരാൻ ആഗ്രഹിച്ചത്.